വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനായില്ല. വനവകുപ്പ് തിരച്ചിൽ തുടരുകയാണ്. കടുവയെ പിടികൂടാൻ വനവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു. കുറിച്ചിപ്പറ്റയിലെ വീടിനു സമീപം മേയാൻ വിട്ടിരുന്ന കിളിയൻകട്ടയിൽ ശശീന്ദ്രന്റെ 2 പശുക്കളെ വൈകിട്ടോടുകൂടിയാണ് കടുവ ആക്രമിച്ചത്. കടുവയുടെ ആക്രമണമേറ്റ ഒരു പശു ചത്തു. മറ്റൊരു ഗർഭിണിയായ പശുവിന് സാരമായി പരിക്കേറ്റു. കടുവ ഓടി വന്ന് വലിയതിനെ ആദ്യം പിടിക്കുന്നു. അത് കുതിരി വെള്ളത്തിലേക്ക് കുഴിയിലേക്ക് വീണപ്പം കടുവ ഇട്ടിട്ട് അടുത്തതിന് കയറി പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓടിയെത്തിയപ്പോഴത്തേക്കും ഇട്ടിട്ട് പോയി. പക്ഷെ അന്നേരത്തേക്കും ഒരെണ്ണം ചത്തു. ഒരെണ്ണത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഞരമ്പ് പൊട്ടിയിട്ടുണ്ട്, എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഡോക്ടറെ നിഗമനം. നിരവധി കുടുംബങ്ങൾ കാലിവളർത്തൽ ഉപജീവനമായി ആശ്രയിക്കുന്ന മേഖലയിലെ കടുവാ സാന്നിധ്യം മൂലം പ്രദേശവാസികൾ ആശങ്കയിലാണ്. വലിയ പാടാണ്. സന്ധ്യയായ ഭയങ്കര പേടിച്ച് ഞങ്ങൾ കിടക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. പിള്ളേരെയാണ് സന്ധ്യ വീട്ടിൽ തിറക്കാൻ വരെ പേടിയാണ്. പ്രദേശത്ത് വനം വകുപ്പ് ജീവനക്കാർ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാണെങ്കിലും വനം വകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.